ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് എൻക്വയറിയാണ്. സെൽഫ് എൻക്വയറി എന്ന പ്രാക്ടീസ്. ഈ പ്രാക്ടീസിനെ കുറിച്ച് പറയുമ്പോൾ മഹർഷി തന്നെ എന്താ പറഞ്ഞു നമുക്ക് നോക്കാം. വാട്ട് ഈസ് പ്രാക്ടീസ് എന്നുള്ളൊരു ചോദ്യം ഒരു ഡിവോട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു മഹർഷിയോട്. ടോക്സ് വിത്ത് ശ്രീരമണ മഹർഷിയിലുണ്ട്. മഹർഷി പറഞ്ഞു, കോൺസ്റ്റന്റ് സെർച്ച് ഫോർ ഐ, ദ സോഴ്സ് ഓഫ് ദ ഈഗോ, ഫൈൻഡ് ഔട്ട് ഹു ആം ഐ. ഇതാണ് പ്രാക്ടീസ്. എന്താണ് പ്രാക്ടീസ്? പരിശീലനം എന്താണ്? കോൺസ്റ്റന്റ് സെർച്ച് ഫോർ ഐ. ഐ എന്ന് പറഞ്ഞാൽ ഈഗോ ആണ്. ആ ഈഗോവിൻ്റെ ഉറവിടം, ദ സോഴ്സ് ഓഫ് ദ ഈഗോ, നിരന്തരമായ ഒരു അന്വേഷണമാണ്, ഒരു തപ്പലാണ്. നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഞാൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ഹൂ ആം ഐ. ഞാൻ ആരാണ് എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് പ്രാക്ടീസ് എന്നാണ് മഹർഷി പറയുന്നത്. ആൻഡ് ഹി കണ്ടിന്യൂസ്, ദ പ്യുവർ ഐ ഇസ് ദ റിയാലിറ്റി. റിയാലിറ്റി അല്ലെങ്കിൽ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ ഐ ആണ്. ശുദ്ധമായ ഒരു ഞാനുണ്ട്. ശുദ്ധമായ ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു അശുദ്ധമായ ഞാൻ ഇവിടെ ഉണ്ട് അല്ലേ? ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദ പ്യുവർ ഐ എന്ന് മഹർഷി പറയുന്നത്. ദ പ്യുവർ ഐ ഇസ് ദ റിയാലിറ്റി. ആ റിയാലിറ്റി എന്താണ്? ദി ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് കോൺഷ്യസ്നെസ് ബ്ലിസ്. പരമമായ അസ്തിത്വ ബോധം, ആനന്ദം, ബ്ലിസ്. ഇതാണ് ഞാൻ, ഇതാണ് നിങ്ങൾ. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? യു ആർ ദി ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് കോൺഷ്യസ്നെസ് ബ്ലിസ്. പ്യുവർ ആയിട്ടുള്ള നിങ്ങൾ. ഇംപ്യൂർ ആയിട്ടുള്ള നിങ്ങൾ വേറെ ആയിരിക്കാം. വെൻ ദാറ്റ് ഈസ് ഫോർ ഗോഡൻ, അതായത് ആ പ്യുവർ ആയിട്ടുള്ള ഒരു ഞാനുണ്ടല്ലോ, അത് മറക്കുന്ന സമയത്ത് ഓൾ മിസറീസ് ക്രോപ്പ് അപ്പ്. എല്ലാ ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മഹർഷി പറയുന്നത്. ഇത് ആ സത്യം, ഞാൻ ആരാണ് എന്ന സത്യം ഞാൻ മറക്കുമ്പോൾ, വെൻ ദാറ്റ് ഈസ് ഫോർ ഗോഡൻ, ഓൾ മിസറീസ് ക്രോപ്പ് അപ്പ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമതകളുടെയും കാരണം മഹർഷിയോടെ പറയുകയാണ്. എന്താണത്? ഞാൻ ആരാണെന്ന് അറിയുന്നില്ല. ഐ ഡു നോട്ട് നോ ഹൂ ഐ ആം. വെൻ ദാറ്റ് ഇസ് ഹെൽഡ് ഫാസ്റ്റ്, ദ മിസറീസ് ഡു നോട്ട് എഫക്ട് ദ പേഴ്സൺ. ആ സത്യം നമ്മൾ മുറുകെ പിടിച്ചാൽ എന്ത് സംഭവിക്കും? ദുരിതങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ദുരിതങ്ങൾ ബാധിക്കുന്നത് എപ്പോഴാണ്? എനിക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയാത്ത സമയത്താണ്. ഞാൻ ആര് എന്ന് ഞാൻ മറക്കുമ്പോഴാണ് എനിക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. ആ സത്യത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആര് എന്ന സത്യബോധത്തിൽ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ ഏത് സമയവും, ആ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ദുരിതമില്ല. ദാറ്റ് ഇസ് വാട്ട് ഹി മീൻസ്. അതാണ് പ്രാക്ടീസ്. മിസറീസ് ഡു നോട്ട് എഫക്ട് ദ പേഴ്സൺ. അപ്പോൾ ദുരിതങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. ദ മിസറീസ് ഡു നോട്ട് എഫക്ട് ദ പേഴ്സൺ എന്നാണ് പറഞ്ഞത്. ദ മിസറീസ് ഡു നോട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞില്ല. മഹർഷി പറയുന്ന ഓരോ വാക്കും കൃത്യമാണ്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നവർ പറയാണ്, മഹർഷിക്ക് ഒരു വാക്ക് പോലും തെറ്റിയിട്ടില്ല സംസാരിക്കുമ്പോൾ. മഹർഷി കൊടുക്കുന്ന ടോക്ക് എഴുതിയെടുക്കാൻ വളരെ വിഷമായിരുന്നു അത്രേ. കാരണം മഹർഷിയുടെ ഫ്ലുവൻസി അത്രയും അപാരമായിരുന്നു. ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് കാരണം അതങ്ങനെ ഒഴുകുകയാണ്. പലപ്പോഴും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറയുക ചെയ്യുക, എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് ആക്യുറസി. ആൻഡ് ഹീ സേസ് ദ മിസറീസ് ഡു നോട്ട് എഫക്ട് ദ പേഴ്സൺ. നമ്മളെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്, ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നില്ല. വിച്ച് മീൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷേ നമ്മളത് ബാധിക്കില്ല, നമ്മളത് അറിയില്ല എന്നർത്ഥം. സാധാരണ പോലെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അവിടേക്ക് എത്തണം. ഈ പ്രാക്ടീസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ എക്സിസ്റ്റൻസ് കോൺഷ്യസ്നെസ് ബ്ലിസ്സായി മാറുന്നത്. പരമമായ ആ ആനന്ദം നമുക്ക് ഒന്ന് തൊട്ടറിയാൻ, ഒന്ന് മണത്തറിയാൻ, ഒന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. വാട്ട് ഈസ് ദ ഗുഡ് ഓഫ് ദിസ് പ്രോസസ്? ആൾക്കാർക്ക് ചോദ്യങ്ങൾ നിർത്താൻ സാധിക്കില്ലല്ലോ അല്ലേ? അപ്പം അടുത്ത ചോദ്യം, ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? ശരി, ഇതൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ ഗുഡ് ഓഫ് ദിസ് പ്രോസസ്? ഈ പ്രക്രിയയുടെ, ഈ പ്രോസസ്സിൻ്റെ പ്രയോജനം എന്താണെന്നാണ് ചോദിക്കുന്നത്. 3 കാര്യങ്ങളാണ് മഹർഷി പറയുന്നത്. നമ്പർ 1, കോൺക്വസ്റ്റ് ഓഫ് ദ വിൽ, ഡെവലപ്മെന്റ് ഓഫ് കോൺസെൻട്രേഷൻ. കോൺക്വസ്റ്റ് ഓഫ് ദ വിൽ. വിൽ എന്ന് പറഞ്ഞാൽ ആ ഇച്ഛാശക്തി ഉണ്ടല്ലോ, ആ ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഡെവലപ്മെന്റ് ഓഫ് കോൺസെൻട്രേഷൻ,
ശരിയായ കോൺസെൻട്രേഷൻ, ഏകാഗ്രതയുടെ വികസനമാണ് ഉണ്ടാകുന്നത്. ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റാണ് മഹർഷി പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫിനെ അറിയാനുള്ള കോൺസെൻട്രേഷനാണ് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെൻട്രേഷനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് മഹർഷിയോട് പറയുന്ന കോൺസെൻട്രേഷൻ. വസ്തുക്കളെ അറിയാനുള്ള കോൺസെൻട്രേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, സെൽഫിനെ അറിയാനുള്ള കോൺസെൻട്രേഷനാണ്. വസ്തുക്കളെ അറിയാനുള്ള കോൺസെൻട്രേഷൻ കുറച്ച് ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും. സെൽഫിനെ, എന്നെ തന്നെ അറിയാനുള്ള കോൺസെൻട്രേഷൻ വളരെ ഷാർപ്പായിരിക്കും, വൺ പോയിന്റഡ് ആയിരിക്കും. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അത് വർദ്ധിക്കുന്ന പറയുന്നത് സ്ഥിരമായി ഈ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. വിച്ച് മീൻസ് ഓരോ തവണയും ഇത് ചെയ്യുമ്പോൾ, ഓരോ സെഷനും കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ഡെവലപ്മെന്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേറെ പല മാർഗങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പലതരം യോഗ പ്രാക്ടീസസ്, മെഡിറ്റേഷൻ പ്രാക്ടീസസ്, പ്രാണായാമം, ജപം, ഇതെല്ലാം ഈ കോൺസെൻട്രേഷൻ സഹായിക്കും, ഒരു സംശയമില്ല. ബട്ട് വെൻ യു ഗോ ഫോർ ദിസ് പ്രോസസ്, പെട്ടെന്ന് അത് ഷാർപ്പൻഡ് ആയിട്ട് മാറും. രണ്ടാമത് മഹർഷി പറയുന്നു കോൺക്വസ്റ്റ് ഓഫ് പാഷൻസ്. പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീവ്രമായ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ അഭിനിവേശം എന്നൊക്കെ പറയുമല്ലോ. ഈ അഭിനിവേശങ്ങളെ കീഴടക്കാൻ സാധിക്കും. ഏത് അഭിനിവേശമായിരിക്കും മഹർഷിയുടെ ഉദ്ദേശം ഉണ്ടാവുക? ഭൗതികമായ അഭിനിവേശം. നമ്മൾ ഒരു ഓടിക്കൊണ്ടിരിക്കല്ലേ, നമുക്ക് എവിടെയാണ് സന്തോഷം കിട്ടുക 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 എന്ന് അന്വേഷിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഒരു തരം അഭിനിവേശമാണ്. എന്ന് തുടങ്ങിയതാണ് ഈ ഓട്ടോല്ലേ. നമ്മൾ എത്രയോ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, കുറേ എണ്ണം നേടി. ആ നേടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ടോ നമ്മുടെ ഓട്ടം? ഇല്ല, പിന്നെയും പോവാണ്. കാരണം നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭൗതികത. ദിസ് ഇസ് മെറ്റീരിയാലിറ്റി. അപ്പോൾ ആ ഒരു പാഷനെ കോൺകർ ചെയ്യണം, കീഴടക്കാൻ സാധിക്കണം. ഡെവലപ്മെന്റ് ഓഫ് ഡിസ്പാഷൻ, അവിടെയാണ് വിരക്തിയുടെ തുടക്കം. ഈ വിരക്തി എന്ന് പറഞ്ഞാൽ ജീവിതത്തോടുള്ള വിരക്തിയാണോ? ഇല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. മായയോടുള്ള വിരക്തി. സത്യത്തിൽ നമ്മുടെ ഈ ഒരു ഓട്ടം മായ കാരണമാണ്. ഏതാണ് എനിക്ക് നല്ലത്, ഏതാണ് എനിക്ക് നല്ലതല്ലാത്തത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിലും വീഴുകയാണ്. ഞാൻ വീഴും, കാരണം എനിക്കറിയില്ല. എനിക്ക് തോന്നുകയാണ് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ സന്തോഷം കിട്ടും, അതിലൂടെ പോയാൽ സന്തോഷം കിട്ടില്ല. ഐ ഹാവ് മൈ ഓൺ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഞാൻ തന്നെ തീരുമാനിക്കുകയാണ് ഇതാണെന്ന് എനിക്ക് നല്ലത്, വേറെ ആരും പറഞ്ഞു തരുന്നില്ല. കുറേ പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വഴി തെറ്റിപ്പോയി എന്നല്ലേ. അതാണ് മായ. ആ വിരക്തി, ഡിസ്പാഷൻ. അപ്പോൾ അനാവശ്യമായ വിഷമങ്ങൾ നമ്മളിലേക്ക് എത്തില്ല, വിരക്തി കാരണം. നെഗറ്റീവായ വികാരങ്ങളിൽ നമ്മൾ പെട്ടുപോകില്ല, കറക്റ്റായിട്ടുള്ള ഡിസ്പാഷൻ വരുന്ന സമയത്ത്. ആൻഡ് 3, ഇൻക്രീസ്ഡ് പ്രാക്ടീസ് ഓഫ് വെർച്യു. പുണ്യകർമ്മങ്ങളാണ്, പുണ്യപ്രവൃത്തികളാണ് വെർച്യൂസ് എന്ന് പറഞ്ഞാൽ. ഇൻക്രീസ്ഡ് പ്രാക്ടീസ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പുണ്യകർമ്മങ്ങളിലായിരിക്കും താല്പര്യമുണ്ടാവുക, അത് വർദ്ധിക്കും. സമത്വ, ഈക്വാലിറ്റി ടു ഓൾ, സമത്വഭാവം ഉണ്ടായിരിക്കും. എല്ലാവരിലും എല്ലാത്തിലും ഒരു തുല്യത നമുക്ക് ദർശിക്കാൻ കഴിയും. എല്ലാവരും സമന്മാരാണ് എന്നുള്ളൊരു ബോധം ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് ഒന്നിനോടൊരു പ്രത്യേക താല്പര്യം തോന്നില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ് നല്ലൊരു തോന്നലൊക്കെ വരും. ഇതൊക്കെ പറയുമ്പോൾ മനസ്സുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ടാണ്, മനസ്സിലൊന്നും മനസ്സിലാവില്ല. അപ്പം ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സിലേക്ക് പോകണം. ഇൻ്റലക്ച്വലായിട്ട് നമ്മളിതൊന്നും അളന്നു മുറിച്ച് ഇതാണ് മഹർഷി പറയുന്നത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. സ്ഥിരമായ പ്രാക്ടീസിലൂടെ പോകുന്നവർക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോഴാണ് എന്താ ഈ മഹർഷി പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുക. കഴിഞ്ഞ സെഷനിൽ ഹൂ എം ഐ എന്നുള്ള ചോദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഹൂ എം ഐ എന്നുള്ള പുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്, ആരാണ് ഞാൻ എന്ന് ചോദിച്ചപ്പോൾ മഹർഷി ആരാണ് ഞാൻ എന്ന് പറഞ്ഞില്ല. ഗ്രോസ് ബോഡി അല്ല, ഈ ശരീരമല്ല. 5 സെൻസ് ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങളല്ല, ജ്ഞാനേന്ദ്രിയങ്ങൾ അതല്ല. 5 ഓർഗൻസ് ഓഫ് ആക്ഷൻ, കർമ്മേന്ദ്രിയങ്ങളല്ല. 5 വൈറ്റൽ എയർസ്, പഞ്ചപ്രാണൻ അതല്ല. ദ മൈൻഡ്, മനസ്സുമല്ല. ഇതായിരുന്നു ചോദിച്ചതിന് ഉത്തരം കിട്ടിയത് അല്ലേ. മഹർഷി എന്താണ് ഞാൻ അല്ലാത്തത് എന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് മഹർഷി പറയുന്നത്
ഇതല്ലാത്ത എന്താണോ ഉള്ളത് അതാണ് ഞാൻ, അതാണ് നിങ്ങൾ. ഈ സെൽഫ് എൻക്വയറി പ്രാക്ടീസിൽ ഹൂ എം ഐ എന്ന് ചോദിക്കുമ്പോൾ മഹർഷി ആദ്യം പറഞ്ഞ ഇതല്ല ഞാൻ, ഇതല്ല ഞാൻ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ അതിൽ പിടിച്ചു നിൽക്കാൻ പാടുമോ? പിടിച്ചു നിൽക്കാൻ പാടില്ല. മഹർഷി തന്നെ പറയുന്നുണ്ട് അതൊരു എയ്ഡ് മാത്രമാണ്, അത് പ്രോസസ്സ് അല്ല. ശരിക്കും ഒരു ബോധവൽക്കരണം പോലെയാണ്. അറിയാതെ നമ്മൾ അതിൽ പെട്ടുപോകരുത്. ശരീരത്തിൻ്റെ കാര്യങ്ങളിൽ പെട്ടുപോകരുത്, മനസ്സിൻ്റെ വ്യായാമങ്ങളിൽ പെട്ടുപോകരുത്, പ്രാണന്റെ ശ്വാസത്തിന്റെ വ്യായാമങ്ങളിൽ പെട്ടുപോകരുത്. ഇതിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് സോഴ്സിലേക്ക് എത്താൻ സാധ്യമല്ല. ഇപ്പോൾ സെൽഫ് എൻക്വയറിൽ ഞാൻ ആര് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ആ ശരിയായ ഞാനുണ്ടല്ലോ, ശരീരമല്ലാത്ത, ഇന്ദ്രിയങ്ങളല്ലാത്ത, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അല്ലാത്ത, പഞ്ചപ്രാണൻ അല്ലാത്ത, മനസ്സുമല്ലാത്ത ഒരു ഞാൻ അവിടെ ഉണ്ട്. ആ ഞാൻ ആര് എന്ന് അന്വേഷിക്കലാണ് സെൽഫ് എൻക്വയറി. നമ്മൾ ഈ അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു എക്സ്പീരിയൻസർ ഇല്ലേ? നിങ്ങളുടെ ഉള്ളിൽ ഒരു എക്സ്പീരിയൻസർ ഇല്ലേ? എല്ലാവരുടെ ഉള്ളിലും ഒരു എക്സ്പീരിയൻസർ ഉണ്ട്, ഒരു അനുഭവസ്ഥനുണ്ട്. ആ എക്സ്പീരിയൻസർ പലതും ചെയ്യുന്നു, ഡസ് തിങ്സ്. ആ എക്സ്പീരിയൻസർ തിങ്സ്, ചിന്തിക്കുന്നു. ഇതെല്ലാം പറയുമ്പോൾ ആ എക്സ്പീരിയൻസർ അണ്ടർസ്റ്റാൻഡ്സ്, മനസ്സിലാകുന്നു, ധാരണാശക്തി അവിടെ ഉണ്ടാകുന്നു. ആ എക്സ്പീരിയൻസർ ഡ്രീംസ്, പലപ്പോഴും സ്വപ്നം കാണുന്നു. ഇതെല്ലാം ആ എക്സ്പീരിയൻസർ എങ്ങനെ അനുഭവിക്കുന്നത്? ശരീരവും മനസ്സും ഉപയോഗിച്ച്, വിത്ത് ദ ബോഡി ആൻഡ് മൈൻഡ്. അപ്പോൾ ഈ ശരീരവും മനസ്സും ഉപയോഗിച്ച് ഈ വിധ സംഗതികളെല്ലാം അറിയുന്നതും ചെയ്യുന്നതും ആയ ഒരു ഞാൻ അവിടെ ഇല്ലേ? ഒരു ഐ അവിടെ ഇല്ലേ? ആ ഐനെ കുറിച്ചാ ഇവിടെ മഹർഷി പറയുന്നത്. ആ ഞാൻ ആര് എന്ന് നോക്കണം. ആരാണിതെല്ലാം അറിയുന്നത്? ആരാണിതെല്ലാം ചിന്തിക്കുന്നത്? ആർക്കാണിതെല്ലാം മനസ്സിലാകുന്നത്? അല്ലെങ്കിൽ ആർക്കാണിതൊന്നും മനസ്സിലാകാത്തത്? ആരാണ് സ്വപ്നം കാണുന്നത്? ഇങ്ങനെയെല്ലാം നമ്മൾ ഒരു അന്വേഷണ ബുദ്ധിയിലൂടെ പോകണം. കാരണം സെൽഫ് എൻക്വയറി എന്ന് പറയുന്നത് ജ്ഞാനമാർഗമാണ്. ജ്ഞാനമാർഗം അതിൻ്റെതായിട്ടുള്ള പ്യൂരിറ്റിയിലാണ് മഹർഷിയോടെ പഠിപ്പിക്കുന്നത്. സോ ഇവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ ഐ, ഹൂ ഇസ് ദറ്റ് ഐ? അന്വേഷിക്കണം. ആ ഐനെ നിങ്ങൾക്ക് തൊടാൻ സാധിക്കുമോ? ക്യാൻ യു ടച്ച് ഇറ്റ്? ശരീരത്തെ തൊടാൻ സാധിക്കും. പക്ഷെ മഹർഷി ആദ്യമേ പറഞ്ഞു ശരീരം ഞാനല്ലാന്ന്. അപ്പോൾ പിന്നെ തൊടാൻ പറ്റില്ല. നിങ്ങൾക്ക് മണക്കാൻ സാധിക്കുമോ? പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാണാൻ സാധിക്കില്ല, മണക്കാൻ സാധിക്കില്ല, രുചിക്കാൻ സാധിക്കില്ല, സ്പർശിക്കാനും ഒന്നിനും സാധിക്കില്ല. അതൊരു ഇമാജിനറി ആണോ എന്ന് നോക്കണം. ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഒരു ഞാൻ എന്ന സത്യം അവിടെ ശരിക്കും ഉണ്ടോ? അതാണ് മായയുടെ ഒരു കളി. ഈഗോ എന്ന് പറയുന്ന ആ ഐക്കാണ്. ഇതെല്ലാവരിലും ഉണ്ട് അല്ലേ? നിങ്ങൾ എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ഒരു ഐ ഇല്ലേ? ഉണ്ട്. നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുള്ള വ്യക്തിയായാലും തീരെ പഠിപ്പില്ലാത്ത വ്യക്തിയായാലും ഐ ഇല്ലേ? ഉണ്ട്. പണക്കാരനാണ്, ഒട്ടും പണമില്ലാത്ത വ്യക്തിയാണ്, ഐ അവിടെ ഇല്ലേ? ഉണ്ട്. നല്ല ആരോഗ്യം നിങ്ങൾക്കുണ്ട്, ഒട്ടും ആരോഗ്യമില്ല, രോഗാവസ്ഥയിലാണ്, അപ്പോഴും അവിടെ ഒരു ഞാനില്ലേ? ഉണ്ട്. എല്ലാവരിലും ഏത് സമയത്തും തിളങ്ങി നിൽക്കുന്നതാണ് ഐ. അതുണ്ട്, എല്ലാവരിലും ഉണ്ട്. ഒരിക്കൽ പല നാട്ടിലും പോയിട്ട് രാജാക്കന്മാരുടെ അടുത്തൊക്കെ പോയി കണ്ടിട്ട് സമ്മാനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഒരു യാചകനുണ്ടായിരുന്നു. ഓക്കെ, ബെഗർ എന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല, ഒരു ഹൈ ഗ്രേഡ് ബെഗറാണ്. സാധാരണ യാചകന്മാരിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ്, കാരണം കൊട്ടാരത്തിലേക്ക് പോകുക. അങ്ങനെ ഒരിക്കൽ അക്ബറിന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം യാത്രയായി. അക്ബർ വലിയൊരു ദാനശീലനായിരുന്നു എന്നൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടേക്ക് പോയത്. പോയ സമയത്ത് അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട സമയത്ത് അക്ബർ അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. കൊട്ടാരത്തിലെത്തിയ സമയത്ത് അക്ബർ പ്രാർത്ഥിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ഇതോടെ ഇരുന്നു. ഏതായാലും അക്ബറിന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം പുറത്തോട്ട് വരുമല്ലോ, ആ സമയത്ത് സംസാരിക്കാം, എൻ്റെ ആവശ്യങ്ങളൊക്കെ പറയാം എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ നിശബ്ദനായി അവിടെ ഇരിക്കുന്ന സമയത്താണ് അക്ബർ കുറച്ച് ഉച്ചത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അക്ബറിന്റെ പ്രാർത്ഥന അദ്ദേഹം കേൾക്കുന്നത്. അക്ബർ എന്താ പ്രാർത്ഥിക്കുന്നത് അറിയൂ? സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അയൽ രാജ്യങ്ങളുടെ സ്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പേരിനും പ്രശസ്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
ഇയാളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കുറേ സമയം കാത്തിരുന്നു, തീരുന്നില്ല. അപ്പം യാചകൻ മനസ്സിൽ വിചാരിച്ചു, ഇയാൾ എന്നെക്കാൾ വലിയൊരു യാചകനായി പോയല്ലോ. ഏ? ഇത്രയും വലിയൊരു യാചകന്, എന്നെ പോലെയുള്ളൊരു ചെറിയ യാചകന് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ? എൻ്റെ വിഷമങ്ങൾ ഇയാൾക്ക് മാറ്റിത്തരാൻ സാധിക്കുമോ എന്ന് വിചാരിച്ച് അദ്ദേഹം സ്ഥലം വിടുക ചെയ്യുന്നത്. ബിക്കോസ് ദർ ഇസ് നോ പോയിന്റ് വെയിറ്റിംഗ് ദർ. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അക്ബറിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അദ്ദേഹം എഴുന്നേറ്റുന്നപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളെ കാണാനില്ല. അപ്പോൾ ഈ വന്നിട്ടുള്ള ആൾ എവിടെ പോയി? അക്ബർ വലിയ ദാനശീലനാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും വാങ്ങാതെ ഒരാൾ പോവുകയെ, ഇതിപ്പോൾ എന്താ? അയാൾ തിരിച്ചു വിളിക്കാൻ ഭടന്മാരോട് പറഞ്ഞു. അങ്ങനെ ഭടന്മാർ അയാൾ തിരിച്ച് കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, നീ എന്താ കാത്തിരിക്കാൻ? എൻ്റെ പ്രാർത്ഥന കഴിയുന്ന സമയം വരെ നിങ്ങൾക്ക് കാത്തിരിക്കായിരുന്നില്ലേ? അപ്പോൾ ഇയാൾ പറഞ്ഞു, പ്രഭു, ഞാനിവിടെ ചിലതെല്ലാം ആവശ്യപ്പെടാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ താങ്കളുടെ പ്രാർത്ഥന കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ആവശ്യങ്ങൾ വളരെ ചെറുതാണ്. താങ്കളുടെ ആവശ്യങ്ങൾ വളരെ വലുതാണ്. എന്നേക്കാൾ 10,000 മടങ്ങ് തീവ്രതയിലാണ് താങ്കളുടെ ആവശ്യമുള്ളത്. അത്രയും വലിയ ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് എൻ്റെ ഒരാവശ്യം എങ്ങനെയാണ് ഇപ്പോൾ നിറവേറ്റാൻ മനസ്സ് വരിക? ഇത് പറഞ്ഞ സമയത്ത് അക്ബറിനൊന്നും പറയാണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നൊരു തോന്നലിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ഇതുപോലെയാണ്. നമ്മളെല്ലാവരും അക്ബറിൻ്റെ പല പല രൂപങ്ങളാണ്, ഭാവങ്ങളാണ്. നമുക്ക് പലതും ഉണ്ട്, പലതുമില്ല. ഉള്ളതെല്ലാം നമ്മൾ പിടിച്ചു വെക്കുകയാണ്, കാരണം പോകാൻ പാടില്ലല്ലോ. ഇല്ലാത്തത് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഉള്ളത്? ആർക്കാണ് ഇല്ലാത്തത്? ഇതന്വേഷിക്കണം. ഇതന്വേഷിക്കുമ്പോൾ ഒരു സത്യം തെളിയും. എനിക്കാണ് എന്ന് പറയൂല്ലേ. അപ്പോൾ ആ ഞാൻ അതാരാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും ഹൂവമായി എന്ന പ്രോസസ്സ്. ഹൂവമായി എന്ന് പറഞ്ഞാൽ ഞാൻ ആര്, ഏത് സമയത്തും ചോദിക്കാൻ പറ്റും. ഒരു ചെറിയ അനക്കം വരുന്ന സമയത്ത് ആരുടെ മനസ്സാണ് അനങ്ങിയത് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ലേ? എൻ്റെ മനസ്സാന്ന് വരുമല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഹൂവമായി പ്രോസസ്സിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ സാധിക്കും. മഹർഷി ഉള്ളതും നടപ്പതിൽ പറയാണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഡിസ്പ്യൂട്ടിങ്? ദ വേൾഡ് ഇസ് റിയൽ, an unreal appearance. The world is sentient. It is not. The world is happiness. It is not. തർക്കിച്ചുകൊണ്ട് എന്ത് കാര്യമാണ് മഹർഷി ചോദിക്കുന്നത്? ദ വേൾഡ് ഇസ് റിയൽ. ഈ ലോകം യഥാർത്ഥമാണ്. നമ്മൾ എല്ലാവരും തർക്കിക്കൂലേ? പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് എല്ലാവർക്കും തർക്കിക്കാനുള്ള ഏറ്റവും മെയിൻ പോയിന്റാണ്. മഹർഷി എന്ന് പറയുന്നത് ഈ ലോകം സത്യമല്ല. നമ്മൾക്ക് ഏറ്റവും സത്യമായിട്ട് തോന്നുന്ന ഈ ലോകമാണ്. ഈ ലോകം സത്യമാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഈ ലോകം ഒരു അൺറിയൽ അപ്പിയറൻസ് ആണ് എന്നല്ലേ, തോന്നുകയാണ്, ഒരു രൂപമാണ് എന്ന് തോന്നാണ്. ദ വേൾഡ് ഇസ് സെൻഷ്യന്റ്. വീണ്ടും നമ്മൾ പറയും ഈ ലോകത്തിന് ബോധമുണ്ട്. ഇറ്റ് ഈസ് നോട്ട്. ഈ ലോകത്തിന് ഒരു ബോധവുമില്ല. ദ വേൾഡ് ഇസ് ഹാപ്പിനെസ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ സന്തോഷം നൽകുന്നതാണ്. ഈ ലോകത്തിൽ മാത്രമേ എനിക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഈ ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ആളുകളും എനിക്കുള്ള എല്ലാവിധ സംവിധാനങ്ങളും പണവും സ്വത്തും ഇതൊക്കെയാണ് എനിക്ക് സന്തോഷം തരുന്നത്. ദിസ് വേൾഡ് ഇസ് ഹാപ്പിനെസ്. പിന്നെ തോന്നാണ് ഇറ്റ് ഇസ് നോട്ട്. മഹർഷി ചോദിക്കുക, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഡിസ്പ്യൂട്ടിങ്? ഇങ്ങനെ നമ്മൾ തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ദാറ്റ് ഇസ് വാട്ട് ഹി ആസ്ക്സ്. ലീവിങ് ഓൾ തോട്ട് അബൌട്ട് ദ വേൾഡ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് വൺ സെൽഫ്, thereby putting an end to all disputes about non-duality and duality. That state in which I, ego, has thereby perished is agreeable to all. ഇത് ഉള്ളതും നടപ്പതുമാണ്. അപ്പോൾ അത് കാരണം 40 സത്യങ്ങളാണ്. എല്ലാ ഉപനിഷത്തുകളും ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ 40 വരികളിൽ കൊണ്ടുവരാൻ സാധിക്കാം. അത്രയും ഡെപ്ത് മീനിങ്ങുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ വായിച്ചാലേ കിട്ടുള്ളൂ. മഹർഷി പറയാം, ലീവിങ് ഓൾ തോട്ട് അബൌട്ട് ദ വേൾഡ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് വൺ സെൽഫ്. ലോകത്തെക്കുറിച്ചുള്ള എല്ലാവിധ ചിന്തകളും ഉപേക്ഷിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് വൺ സെൽഫ്, സ്വയം അന്വേഷിക്കുക. ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കാനാണ് പറയുന്നത്. thereby putting an end to all disputes about non-duality and duality. അതുവഴി നോൺ ഡുവാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്വൈതം, ഡുവാലിറ്റി എന്ന് പറഞ്ഞാൽ ദ്വൈതം, ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടതാണ് മഹർഷി പറയുന്നത്. എല്ലാ തർക്കങ്ങൾക്കും എന്ത് വേണം? ഒരു അറുതി വരുത്തണം. പുട്ടിങ് എൻ എൻഡ് ടു ഓൾ ഡിസ്പ്യൂട്ട്സ്, വിച്ച് മീൻസ് നമ്മൾ തർക്കിക്കാനൊന്നും പോകണ്ട. ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. നമുക്ക് ഒരേ ഒരു ജോലി മാത്രമേ ഉള്ളൂ. എന്താണ്? ഇൻവെസ്റ്റിഗേറ്റിംഗ് വൺ സെൽഫ്. നമ്മളെ തന്നെ അന്വേഷിക്കുക. വേറൊരു തർക്കത്തിലേക്കും പോകണ്ട.
That state in which I, ego, has thereby perished is agreeable to all. ആ ഞാൻ, അഹം എന്ന ഒരു ഭാവം ഉണ്ടല്ലോ, അത് നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും സ്വീകാര്യമാണ്. വിച്ച് മീൻസ് പിന്നെ എല്ലാവരും നമ്മളെ സംബന്ധിച്ച് ഓക്കെയാണ്. ആരോടും നമുക്കൊരു തർക്കവും ഇല്ല, തർക്കിക്കാൻ തോന്നില്ല. ആൾക്കാർ പലതും പറഞ്ഞോട്ടെ. സൂര്യൻ കിഴക്കല്ല ഉദിക്കുന്നത്, പടിഞ്ഞാറാണ് ഉദിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് തർക്കിക്കാനുണ്ടോ? തർക്കിച്ചിട്ട് എന്താ പ്രയോജനം? അത് അവരുടെ വിചാരം അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് സത്യം അറിയാലോ. സത്യം അറിയുന്നവർ കൂടുതൽ തർക്കിക്കില്ല. അതാണ് മഹർഷി ഇവിടെ നമുക്ക് തരുന്ന ഒരു ചെറിയ ടിപ്പാണ്. ഡോണ്ട് ഡിസ്പ്യൂട്ട്. പ്രത്യേകിച്ച് ഈ പാതയിലൂടെ പോകുന്ന സമയത്ത് ആരോടും നമുക്ക് സമർത്ഥിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇറ്റ്സ് നോട്ട് ഈസി. കൺവിൻസ് ചെയ്യാൻ സാധിക്കില്ല. വേണ്ടാന്ന് പുറത്തോട്ടേ പറയണ്ട. താല്പര്യമുള്ളവർക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ ക്ലാസ്സിൽ പോലും താല്പര്യമുള്ളൂ അല്ലേ? ജേണിവിധം ഗ്രൂപ്പിലൊക്കെ പലരും വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ച് പോകുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വല്ല വിഷയമുണ്ടോ? ഒരു വിഷയമില്ല. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാം. ദിസ് ഇസ് നോട്ട് ഫോർ ഓൾ. ദിസ് ഇസ് ഫോർ ദ വൺസ് ഹു ആർ റെഡി. ആരാണോ കൃത്യമായി റെഡി ആയിരിക്കുന്നത് അവർക്കുള്ള പാഠങ്ങളാണ് ജ്ഞാനമാർഗം. ബട്ട് ഇൻഫാക്ട് എവറിബഡി ഈസ് റെഡി. എല്ലാവരും റെഡിയാണ്. പക്ഷേ ഓരോ സമയമുണ്ട് ആ റെഡിനെസ് ശരിക്കും അങ്ങനെ പ്രകാശിക്കാൻ. അത് പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതെ ഒരു നിർവാഹവും. അതിനുവേണ്ടി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മുടെ ശരീരമാണ്, അവർ ബോഡി. ബോഡി ഐഡന്റിഫിക്കേഷനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പലതും കാണാൻ സാധിക്കുന്നു, നമുക്ക് പലതും അനുഭവിക്കാൻ സാധിക്കുന്നു, ഫീൽ ചെയ്യാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറയില്ലേ? ശരിക്കും നോക്കുമ്പോൾ ഈ അനുഭവം നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് സ്പർശിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ എപ്പോഴാണുള്ളത്? ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്റ്റേറ്റിലാണ്, ഒരു അവസ്ഥയിലാണ്. ആ അവസ്ഥ സ്റ്റേറ്റിന് പറയുന്നത് വെയ്ക്കിംഗ് സ്റ്റേറ്റ്, ജാഗ്രത എന്ന് പറയും. ഉണർന്നിരിക്കുന്ന സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കുക, കേൾക്കാൻ സാധിക്കുക. ഉറങ്ങുന്ന സമയത്ത് പുറത്തെല്ലാം നടക്കുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചത് സത്യമല്ല. സോ വി കനോട്ട്. വെയ്ക്കിംഗ് സ്റ്റേറ്റ്. ഇത് കൂടാതെയുള്ള നമ്മുടെ സ്റ്റേറ്റ്സ് എന്താണ്? ഡ്രീം സ്ലീപ്പ് ആൻഡ് ഡീപ്പ് സ്ലീപ്പ്. സ്വപ്നം കാണുന്ന സമയമുണ്ട്, സ്വപ്നം കാണാതിരിക്കുന്ന വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പുണ്ട് അല്ലേ? ഈ രണ്ട് സമയങ്ങളൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെയ്ക്കിംഗ് സ്റ്റേറ്റ് ആൻഡ് ഡ്രീം സ്റ്റേറ്റ് എടുക്കാം. മറ്റേ ലാസ്റ്റ് സ്റ്റേറ്റ് നമുക്ക് മാറ്റി വെച്ച ശേഷം വെയ്ക്കിംഗ് സ്റ്റേറ്റ് ആൻഡ് ഡ്രീം സ്റ്റേറ്റ്. വെയ്ക്കിംഗ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ ശരീരമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ശരീരമാണ് വെയ്ക്കിംഗ് സ്റ്റേറ്റിലുള്ളതാണ്. ഉണർന്നിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ശരീരത്തിന് ഉപയോഗമുള്ളത്. ആ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഡ്രീം സ്റ്റേറ്റിൽ, സ്വപ്നം കാണുന്ന സമയത്ത് മറ്റൊരു ശരീരമാണ് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ. വെയ്ക്കിംഗ് സ്റ്റേറ്റിൽ ചിലപ്പോൾ നിങ്ങൾ രോഗിയായേക്കാം. ഡ്രീം സ്റ്റേറ്റിൽ നിങ്ങൾ വളരെ ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കാം. തിരിച്ചുമാകാം. വെയ്ക്കിംഗ് സ്റ്റേറ്റിൽ നിങ്ങൾ വളരെ ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കും. ഡ്രീം സ്റ്റേറ്റിൽ നിങ്ങൾക്ക് രോഗമായിരിക്കാം. അതിവിടെ വേറൊരു ബോഡിയാണ്. ഡ്രീം ബോഡി എടുത്തു കഴിഞ്ഞു അല്ലേ? വെയ്ക്കിംഗ് സ്റ്റേറ്റിൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയില്ല. ഡ്രീം സ്റ്റേറ്റിൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയുന്നു. ചിലപ്പോൾ ഡ്രീം സ്റ്റേറ്റിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ വരും. isn't it? Because we are using a very different body in the dream state compared to the waking state. ഇതിൽ ഏത് സ്റ്റേറ്റിലുള്ള ശരീരമാണ് റിയൽ എന്ന് നമുക്ക് ചോദിച്ചൂടെ? വേക്കിംഗ് സ്റ്റേറ്റിൽ നമ്മൾ പറയും ഈ ശരീരമാണ് ശരി, ഈ ബോഡിയാണ് റിയൽ എന്ന് പറയും. പക്ഷേ നമുക്ക് ഈ സ്റ്റേറ്റിൽ മാത്രമേ അത് പറയാൻ സാധിക്കൂ. ഒരിക്കലും ഡ്രീം സ്റ്റേറ്റിൽ പോയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ ബോഡിയാണ് റിയൽ എന്ന്. ഓക്കെ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് സ്റ്റേറ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡ്രീം, വേക്കിംഗ് ആൻഡ് ഡീപ്പ് സ്ലീപ്പ്, ഇത് മൂന്നും അവസ്ഥകളാണ്, അവസ്ഥാന്തരങ്ങളാണ്. പക്ഷേ ഇത് മൂന്നും അനുഭവിക്കുന്ന ഒരേ ഒരാൾ തന്നെയാണ് ഐ എന്ന് പറയുന്നത്. ദി ഐ ഇസ് ദ കോമൺ എക്സ്പീരിയൻസർ ഇൻ ഓൾ ദ ത്രീ സ്റ്റേറ്റ്സ്. നമ്മളിവിടെ മെഡിക്കൽ സയൻസിൻ്റെ കാര്യങ്ങളൊന്നും എടുത്തിട്ടല്ല ഇത് പറയുന്നത്, സത്യമാണ് പറയുന്നത്. നിങ്ങൾ എന്ന സത്യമുണ്ടല്ലോ, നിങ്ങൾ എന്ന ആ ചൈതന്യം ഉണ്ടല്ലോ, ആ സത്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥകളായി പറയുന്നത്. ഓരോ ദിവസവും ഈ മൂന്ന് സ്റ്റേറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. എല്ലാ ദിവസവും നമ്മൾ വേക്കിംഗ് സ്റ്റേറ്റിലുണ്ട്. എല്ലാ ദിവസവും, ചിലപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സ്വപ്നം കാണില്ല, എങ്കിലും അതുണ്ട്. ആൻഡ് ഡീപ്പ് സ്ലീപ്പ്, സ്വപ്നം ഒന്നും കാണാത്ത ഒരു സമയമുണ്ട്. isn't it? ഇതിൽ ഏതാ റിയൽ? വേക്കിംഗ് ആണ് റിയൽ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
പക്ഷേ സത്യം അതല്ല. ഡ്രീമും വേക്കിങ്ങും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. റൈറ്റ്. സോ വി ഹാവ് ദി വേക്കിംഗ് സ്റ്റേറ്റ് ആൻഡ് ഡ്രീം സ്റ്റേറ്റ്. ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഐ ഉണ്ടല്ലോ, ആ ഐയുടെ പേരാണ് ഈഗോ എന്ന് പറയുന്നത്. ആ ഈഗോ ആണ് പുറമെയുള്ള വസ്തുക്കളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടെ കണ്ടില്ലേ, വീടും കാറും പട്ടിയോ കാണുന്നില്ലേ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈഗോ ആണ്. ആ ഈഗോനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈഗോ ജനിക്കുന്നത് എവിടെ നിന്നാണ്? സെൽഫിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈഗോ ആണ് എന്ന് ആണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ അത് അന്വേഷിക്കാനാണ് മഹർഷി പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവിടെ ഉണ്ടോ എന്നുള്ള സംശയം നമുക്ക് മാറും. എന്നിട്ട് മറ്റൊരു ഐ അവിടെ ഉണ്ട് എന്ന് സത്യം വരും. ഫിസിക്കൽ വേൾഡിലും ഡ്രീം വേൾഡിലും ഒക്കെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു സത്യം ഐ ഉണ്ട്. ആ ഐ ആണ് യഥാർത്ഥ സത്യം. ഇതേക്കുറിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസ പറയുന്നുണ്ട്. The jnani is the waking state is no more real than the dream state. ജ്ഞാനികൾക്ക് വേക്കിംഗ് സ്റ്റേറ്റ് ഇസ് നോ മോർ റിയൽ ദാൻ ദ ഡ്രീം സ്റ്റേറ്റ്. ഉണർന്നിരിക്കുന്ന അവസ്ഥയും സ്വപ്നാവസ്ഥയും വ്യത്യാസമില്ല. ഇസ് നോ മോർ റിയൽ. അത് ഒരേപോലെ തന്നെ. ഉണർന്നിരിക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ ഡ്രീമുള്ള അവസ്ഥയും ജ്ഞാനികൾക്ക്, സത്യം അറിഞ്ഞവർക്ക് ഒരുപോലെയാണ്. വിച്ച് മീൻസ് ശ്രീരാമകൃഷ്ണ പരമഹംസയും പറയാണ്, ഈ വേക്കിംഗ് വേൾഡും ഒരു ഡ്രീമാണ്. ഓക്കെ. ഒരിക്കൽ ഒരു ഫാർമർ, അദ്ദേഹത്തിൻ്റെ മകൻ ആണത്, മകന് വലിയ കാര്യമായിരുന്നു. അപ്പം മകൻ നല്ല അനുസരണമുള്ള മകനൊക്കെ ആയിരുന്നു, എല്ലാ കാര്യത്തിനും സഹായിക്കും, വളരെ ഇഷ്ടമാണ് എനിക്കാണ്. ഒരു ദിവസം പെട്ടെന്നൊരു അസുഖം വന്നിട്ട് മകൻ മരണപ്പെട്ടു. അപ്പോൾ വീട്ടിലെല്ലാവർക്കും വലിയ വിഷമമായി. ഇദ്ദേഹം അവിടെ ചിന്തിച്ചിരിക്കുകയാണ്. ഈ ഫാർമർ കൂടുതലായിട്ടൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, കരയുന്നില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കുകയാണ്, ഇയാൾക്ക് എന്താ കാര്യമായിട്ടുള്ള വിഷമമൊന്നും കാണുന്നില്ലല്ലോ. മകനെ എത്രയും സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ അച്ഛൻ. എന്നിട്ട് ഈ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ മിണ്ടാതിരിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ കേട്ടോ ഭാര്യയ്ക്കും വല്ലാതെ വിഷമായി. ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ യാതൊരുവിധ ഇമോഷൻസൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വിഷമമില്ലേ? നമ്മുടെ മകനല്ലേ മരിച്ചത് എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസ പറഞ്ഞ കഥ കേട്ടോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാനൊരു രാജാവായിരുന്നു, നീ എൻ്റെ രാജ്ഞിയായിരുന്നു. നമ്മൾക്ക് 7 മക്കളുണ്ടായിരുന്നു. 7 പ്രിൻസസ്, രാജകുമാരിമാരായിരുന്നു. വളരെ നല്ല സുന്ദരിമാരായിരുന്നു. എല്ലാം തികഞ്ഞ 7 മക്കളായിരുന്നു. ആ സുഖത്തിൽ ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ ഉണർന്നത്. ഇവിടെ വന്നപ്പോൾ അവരാരുമില്ല. ഇവിടെ ഈ മകനാണുള്ളത്. ഞാൻ ഇപ്പം ആലോചിക്കുന്നത്, ആ 7 മക്കൾ ഇല്ലാതായതിനാണോ ഞാനിപ്പോൾ വിഷമിക്കേണ്ടത്, അതോ ഈ ഒരു മകൻ ഇല്ലാതായതിനാണോ ഞാൻ വിഷമിക്കേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതാണ് പരമഹംസ പറഞ്ഞത്, ടു ദ ജ്ഞാനീസ് ദ വേക്കിംഗ് സ്റ്റേറ്റ് ഇസ് നോ മോർ റിയൽ ദാൻ ദ ഡ്രീം സ്റ്റേറ്റ്. ദ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ എന്നുള്ള പുസ്തകത്തിൽ ഉള്ളതാണത്. അപ്പോൾ ഇവിടെ ചോദ്യം, ഈ ഞാൻ എന്ന തോന്നലുണ്ടല്ലോ, ബോഡി മൈൻഡ് കോംപ്ലക്സിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്നുള്ള തോന്നൽ നമുക്ക് വളരെ സ്ട്രോങ് ആണ് ഈ വേക്കിംഗ് സ്റ്റേറ്റിൽ, അല്ലേ? ആ സമയത്ത് ഞാൻ എന്ന ബോധം എനിക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ, അതിനാണ് ശരിക്കും ഇല്യൂസറി സെൽഫ് അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത്. ഞാൻ എന്ന തോന്നൽ നമുക്ക് ഓരോരുത്തർക്കും ഈ സമയത്ത് ഞാൻ എന്നൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ ഇല്യൂസറി സെൽഫാണ്, ഇല്യൂഷനാണ്, സത്യമല്ല, മിഥ്യയാണ്. അതുണ്ടാകാനുള്ള കാരണം മായയാണ്, മനസ്സാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, ഹൂ എം ഐ എന്നുള്ള ചോദ്യം. ആ ഞാനുണ്ടല്ലോ, അതാരാണ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ പ്രോസസ് ദാറ്റ് വി ഗോ ത്രൂ. അപ്പോൾ ഈ പ്രോസസ്സിൽ ചെയ്യുന്ന സമയത്ത് മഹർഷി ടീച്ചിങ്സിൽ തന്നെ പറയുന്നുണ്ട്, ആദ്യം സ്റ്റേജ് 1 ഒരു തോട്ടായിരിക്കും. അത് ഞാൻ ആര് എന്നുള്ളതൊരു ചിന്തയായിരിക്കും മനസ്സിൽ. പ്രിലിമിനറി പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ആര് എന്നുള്ളത് ചിന്ത മാത്രമാണ്. പലരും ആ ചോദ്യത്തിന് ഉത്തരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരാന്ന് ചോദിച്ചിട്ട് അന്വേഷിക്കുകയല്ല ചെയ്യുന്നത്, അവർ ചോദിക്കുക ചെയ്യുന്നത് മനസ്സിൽ. കാരണം നമുക്ക് ചോദിച്ചിട്ടുള്ള ശീലമേ ഉള്ളൂ മനസ്സിലേ.
മനസ്സാണല്ലോ ഏത് സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉത്തരങ്ങൾ മനസ്സിൽ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഹൂ am I എന്നുള്ള ഒരു ചോദ്യവും ഒരു മനോവൃത്തിയായിട്ട് വരും, ഒരു തോട്ടായിട്ട് വരും. ആണ് സ്റ്റേജ് 1. അപ്പോൾ ആ തോട്ടിൽ പല ആൻസേഴ്സും വരും. ഞാനൊരു പുരുഷനാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജറാണ്, ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ ഉയരമുള്ള വ്യക്തിയാണ്. ഇതെല്ലാം ഉത്തരങ്ങളാണല്ലോ. ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് സാധാരണ വരിക. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായ പ്രാക്ടീസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റേജ് 2ലേക്ക് എത്തും. സ്റ്റേജ് 2ൽ യു വിൽ ബിക്കം അവെയർ ഓഫ് ദി ഐ. പഴയ തോട്ടുണ്ടല്ലോ, ആ ഞാൻ ആരെന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ കിട്ടുമ്പോൾ ആ ആൻസർ ആരാണ് തരുന്നത് എന്ന രീതിയിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു തലത്തേക്ക് നമ്മൾ എത്തും, സ്റ്റേജ് 2ലെത്തും. അവിടെ യു വിൽ സ്റ്റാർട്ട് ബിക്കമിങ് അവെയർ ഓഫ് ദി ഐ. ഞാൻ എന്ന ബോധസത്യത്തിലേക്ക് എനിക്ക് എൻ്റെ ശ്രദ്ധ ഉറപ്പിച്ചു വെക്കാൻ സാധിക്കും. അതാണ് ബിക്കമിങ് അവെയർ ഓഫ് ദി ഐ. സംതിങ് ബിനീത്ത് ദ ഷീറ്റ്സ്. ഈ ഷീത്തുകളുണ്ടല്ലോ, ആവരണങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഉള്ളിലൊരു ഞാനുണ്ട്. അതിലേക്ക് എത്താൻ സാധിക്കും. ഈ കോശങ്ങളുണ്ടല്ലോ, പഞ്ചകോശങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഉള്ളിൽ മറ്റൊരു അസ്തിത്വ ബോധമുണ്ട്. അവിടേക്ക് എൻ്റെ അവയർനെസ് എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആ ഞാൻ ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, അധ്യാപകനല്ല, പുരുഷനല്ല, സ്ത്രീയല്ല, ഒന്നുമല്ല. അതാണ് രണ്ടാമത്തെ ലെവൽ. വീണ്ടും ആ പ്രാക്ടീസ് നന്നായിട്ട് ഉറയ്ക്കുന്ന സമയത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ബീയിങ് ദി ഐ. സോ ആദ്യം ഒരു ചിന്തയായിട്ട് വരുന്നു, പിന്നീട് ഒരു അവെയർനെസ് ആയിട്ട് വരുന്നു, പിന്നെ ഞാൻ അതായി ഉറച്ചു നിൽക്കുന്നു. അതാണ് ബീയിങ് ദി ഐ എന്ന് പറയുന്നത്. അവിടേക്കാണ് നമുക്ക് എല്ലാവർക്കും എത്തേണ്ടത്. അതിനാണ് ദ ടെക്നിക് ഓഫ് സെൽഫ് എൻക്വയറി മഹർഷി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. വെൻ തോട്ട്സ് അറൈസ് വൺ ഷുഡ് നോട്ട് പെർസ്യൂ ദം ബട്ട് ഷുഡ് എൻക്വയർ. ചിന്തകൾ വരുന്ന സമയത്ത് എന്താ വേണ്ടത്? പെർസ്യൂ ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ വഴിയാൽ പോകേണ്ട കാര്യമില്ല, ആ ചിന്തകൾക്ക് ഒരു ഉത്തരം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. പകരം എന്താ വേണ്ടത്? ഷുഡ് ഇൻക്വയർ, അന്വേഷിക്കണം. എന്ത്? ടു ഹും ഡു ദേ അറൈസ്, ആർക്കാണ് ഈ ചിന്ത ഉണ്ടാകുന്നത്? ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുറേ ചിന്തകൾ വരുന്നില്ലേ? അതെല്ലാം ചിന്തകളാണ്. ഉടനെ മനസ്സിലേക്ക് കൊണ്ടുവരണം, ആർക്കാ ഈ ചിന്ത വരുന്നത്? ഇത് ക്ലിയർ ആയിട്ടില്ല എന്ന് മനസ്സിൽ പറയുന്നു. ഇതാരാ പറഞ്ഞത്? അതൊരു ചിന്തയാണ്. ഇത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ചിന്തയാണ്. ഇതിപ്പോൾ മനസ്സിലായി, അതും ഒരു ചിന്തയാണ്. അതാരാണ് പറഞ്ഞത്? ടു ഹും ഡു ദേ അറൈസ്, ആർക്കാണ് ഈ ചിന്ത ഉണ്ടാകുന്നത്? ഓർ ടു ഹും ഹാസ് ദിസ് തോട്ട് എറിസൺ, ആരിലേക്കാണ് ഈ ചിന്ത വന്നത്? ഇത് നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റും, ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഗുരുവെ തേടി അന്വേഷിച്ചിട്ട് പോകേണ്ട കാര്യമില്ല, യൂട്യൂബിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ ഇരുന്നുകൊണ്ട് അന്വേഷിക്കാൻ സാധിക്കും. ആർക്കാണ് ഈ ചിന്ത ഉണ്ടായത്? ആർക്കാ പറഞ്ഞുതരാൻ പറ്റി ഇതിന് ആൻസർ? ഗൂഗിളിന് പറയാൻ പറ്റുമോ? പറ്റില്ല. മനഃശാസ്ത്ര വിദഗ്ധന്മാർക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? പറഞ്ഞുതരാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാൻ സാധിക്കൂ. ഇതൊരു അറിയലാണ്. ടു ഹും ഹാസ് ദിസ് തോട്ട് എറിസൺ, ചോദ്യമല്ല. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ വരും, ടു മീ എന്ന്. ദി ആൻസർ ദാറ്റ് വുഡ് എമർജ് വുഡ് ബി ടു മീ. മഹർഷി ഇതിൻ്റെ സ്റ്റെപ്സായി പറയുന്നത് കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ചിന്തകൾ വരുന്ന സമയത്ത് അന്വേഷിക്കുക, ആർക്കാണ് ഈ ചിന്ത വരുന്നത് എന്ന് അന്വേഷിക്കുക, ഒരു അന്വേഷണ ബുദ്ധിയോടെ സമീപിക്കുക. അപ്പോൾ ആൻസർ വരും, എന്നിലാണ് അല്ലെങ്കിൽ എനിക്കാണ് ചിന്ത എന്ന് വരുമ്പോൾ അപ്പോഴാണ് ചോദിക്കേണ്ടത് ദെയർ അപ്പോൺ ഇൻക്വയർ ഹു am I. ആ സമയത്ത് ചോദിക്കുക, ഞാൻ ആര്? ഓൾറൈറ്റ്, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഹൂ ഡസ് ദി എൻക്വയറി? ആരാണ് ഈ എൻക്വയറി നടത്തുന്നത്? യഥാർത്ഥ ഞാനാണോ അതോ ഈഗോ ആണോ എന്നുള്ള ഒരു സംശയം നമുക്ക് വരും അല്ലേ? ഇതിനെക്കുറിച്ചും മഹർഷി പറഞ്ഞിട്ടുണ്ട്. സെൽഫ് എൻക്വയറി ഈസ് അൺനെസസറി ഫോർ ദ സെൽഫ് ആൻഡ് സെൽഫ് നോളജ് ഇസ് ഇംപോസിബിൾ ഫോർ ദ ഈഗോ. സെൽഫ് എൻക്വയറി, ആത്മപരിശോധന ആർക്കാണ് ആവശ്യമില്ലാത്തത്? അൺനെസസറി ഫോർ ദ സെൽഫ്. സെൽഫിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ് എന്ത്? ആ സെൽഫിനെ എൻക്വയറി ചെയ്യൽ. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ സെൽഫ് നോളജ് ഇസ് ഇംപോസിബിൾ ഫോർ ദ ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെയാട്ടോ. ആത്മജ്ഞാനം ഈഗോയ്ക്ക് അസാധ്യമാണ്. അപ്പോൾ വലിയ കൺഫ്യൂഷൻ വരും. ആരാണ് ഈ എൻക്വയറി നടത്തുന്നത്? എൻക്വയറി നടത്തുന്നത് ഈഗോ തന്നെയാണ്. എന്തിനാണ് എൻക്വയറി നടത്തുന്നത്?
കാരണം ഈഗോന് അത്രയും വിഷമമാണ്. ദ ഈഗോ ഇസ് ദ വൺ ഹു സഫേഴ്സ്. ആ സഫർ ചെയ്യുന്ന ഈഗോ ഞാൻ, ആർക്കാണ് സഫറിങ് ഉണ്ടാകുന്നത് എന്നെ അന്വേഷിച്ച് പോവാണ്. ആർക്കാണ് ദുഃഖമുണ്ടാകുന്നത്, ആർക്കാണ് അസൂയ ഉണ്ടാകുന്നത്, ആർക്കാണ് ദേഷ്യമുണ്ടാകുന്നത്, ആർക്കാണ് ചിന്തകൾ വരുന്നത്, ഇതെല്ലാം അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. കാരണം പ്രശ്നമുള്ളത് കർത്താവിനല്ലേ. കർത്താവ് ആരാണ്? സബ്ജക്റ്റ് ആരാണ്? ഞാനാണല്ലോ. അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈഗോ ആണ് ഇതെല്ലാം അന്വേഷിച്ച് പോകുന്നത് സെൽഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സെൽഫ് എൻക്വയറി ഈസ് അൺനെസസറി ഫോർ ദ സെൽഫ്. സെൽഫിന് അവിടെ ഈ ഒരു അന്വേഷണത്തിന് ആവശ്യമില്ല. ഈഗോന് ശരിക്കും നോളജ് കിട്ടൂല. ഈഗോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുടക്കം കുറിക്കാൻ സാധിക്കും ഈ യാത്രയുടെ. മഹർഷി പറയാം സെൽഫ് ഇസ് ഓൾറെഡി റിയലൈസ്ഡ്. സെൽഫ് ഓൾറെഡി റിയലൈസ്ഡ് ആണ്. നിങ്ങൾ ഓൾറെഡി റിയലൈസ്ഡ് ആണെന്നാണ് പറയുന്നത്. യഥാർത്ഥ നിങ്ങൾ റിയലൈസ്ഡ് ആണ്. യു ആർ എ ഗോഡ് റിയലൈസ്ഡ് ബീയിങ്. യു ആർ എൻ അവേക്കൻഡ് ബീയിങ്. യഥാർത്ഥ നിങ്ങൾ. ബട്ട് അത് മൂടി വെച്ചിരിക്കുകയാണ്. ഒരു മറ പോലൊരു സംഗതി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ആ മറയാണ് ഈഗോ. ആ മറ എങ്ങനെയാണ് ഉണ്ടായത്? ഈ സെൽഫ് പുറമേയുള്ള വസ്തുക്കളിലേക്ക് ഒന്ന് തിരിയുന്ന സമയത്ത് ഒരു ചെറിയ ഒരു 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 ബോണ്ടിങ് അവിടെ വന്നു, അല്ലേ? ചിത്ത് ജഡഗ്രന്ഥി എന്നതിന് പറയുന്നത്. ചിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ചിത്ത്, ആ ബോധം, ആ എക്സിസ്റ്റൻസ്, ആ സത്യം, കോൺഷ്യസ്നെസ് ആണ് ചിത്ത്. ജഡം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സംഗതി. ഈ ശരീരം ജഡമാണ്. ഈ ചിത്തും ഈ ജഡവും തമ്മിലൊന്ന് യോജിക്കുകയാണ്. അതാണ് ഗ്രന്ഥി, നോട്ട് KNOT. ഇത് രണ്ടും കൂടെ കൂടുന്ന സമയത്താണ് ഈഗോ ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ ചിത്ത് ജഡ ഗ്രന്ഥി അല്ലെങ്കിൽ ഈഗോ ആണ് നടുവിൽ കാണുന്നത്. യഥാർത്ഥമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും സെൽഫാണ്. പക്ഷേ ഈ ഒരു ഈഗോ ഇടയിൽ കടന്ന് കളിക്കുകയാണ്. മായയുടെ ശക്തി അതാണ്. അപ്പോൾ മായയെ നമ്മൾ അതിജീവിക്കുകയാണ് ചെയ്യുന്നത് ആത്മാന്വേഷണത്തിലൂടെ. ഓൾറൈറ്റ്. സോ ഹു am I എന്നാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള പ്രാക്ടീസ്. പിന്നെ മറ്റൊന്ന് ചെയ്യാനുള്ളത് വെൻസ് am I. വെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഫ്രം വെയർ എന്നാണ് അർത്ഥം. ഫ്രം വാട്ട് പ്ലേസ് ഓർ സോഴ്സ്. എവിടെ നിന്നാണ് ഈ ഞാൻ ഉണ്ടായത്? ഈ ഞാൻ എന്ന് പറയുന്ന ആരാണ്? ഈഗോ ആണ്. ഞാൻ ശരീരമാണ്, മനസ്സാണ് എന്ന തോന്നലാണ്. ഇല്യൂഷനാണത്, ഉണ്ടായതാണത്, സ്ഥിരമായി ഉള്ളതല്ല, തോന്നലാണ് എന്നൊക്കെ പറയാം. കയറിൽ സർപ്പം എന്നൊക്കെ പറയുന്നത് പോലെ. ഫ്രം വാട്ട് പ്ലേസ് ഓർ സോഴ്സ്, എവിടെ നിന്നാണ് ആ ഐ ഉണ്ടായത് എന്നാണ് ചോദ്യം. അപ്പോൾ വീണ്ടും നമുക്ക് ആൻസർ വരിക സോഴ്സ് എന്ന് പറയുന്നത് സെൽഫാണല്ലോ. ഹുവമയും വെൻസമയും ശരിക്കും ഒന്ന് തന്നെയാണ്. രണ്ട് രീതിയിൽ നമ്മൾ ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദ സോഴ്സ് ഓഫ് വാട്ടർ ഇൻ ദ ബക്കറ്റ്. ഈ ബക്കറ്റിൽ നിന്നും നിങ്ങൾ വെള്ളം കോരുകയാണ്. ബക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾ വെള്ളം കോരുകയാണ് കിണറ്റിൽ നിന്ന്, അല്ലേ? അപ്പോൾ ഈ ബക്കറ്റിലുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടേക്കാണ് ശ്രദ്ധ പോകേണ്ടത്? ബക്കറ്റിലുള്ള വെള്ളത്തിലേക്കാണോ ശ്രദ്ധ പോകേണ്ടത്? കിണറ്റിലേക്കാണോ? കിണറ്റിലേക്കല്ലേ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ പിടിക്കുന്ന കയറിൻ്റെ മറ്റേ അറ്റത്ത് ആ ബക്കറ്റുണ്ട്. ആ ബക്കറ്റിൽ വെള്ളമുണ്ട്. ആ വെള്ളം എവിടെ നിന്നാണ് ഉണ്ടായത്? എവിടെ നിന്നാണ് വരുന്നത്? വേർ ഫ്രം ഡിഡ് ഇറ്റ് കം? ആ ബക്കറ്റിലുള്ള വെള്ളമാണ് നിങ്ങളുടെ ഈഗോ. പക്ഷേ അതിൻ്റെ ഉറവിടം എവിടെയാണ്? എവിടെ നിന്നാണ് വന്നത്? സോഴ്സ് എവിടെയാണ്? അതാണ് കിണർ. അപ്പോൾ ബക്കറ്റിലുള്ള വെള്ളമായ ഞാൻ എൻ്റെ യഥാർത്ഥ സോഴ്സിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് സെൽഫ് എൻക്വയറി. അതാണ് ഹു am I ആൻഡ് വെൻസ് am I. ഈ രണ്ട് പ്രോസസ്സും അവിടേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. വെൻസ് അല്ലെങ്കിൽ ഫ്രം വെയർ ഡസ് ദ ഈഗോ റൈസ് എന്നാണ് വെൻസ് am Iയുടെ മീനിങ് വരുന്നത്. വെയർ ഡസ് ദ സൺ റൈസ് എന്ന് ചോദിക്കുന്ന പോലെ തന്നെ സൂര്യൻ എവിടെ നിന്നാണ് ഉദിച്ചത്? ഉച്ചനേരമായാലും വൈകുന്നേരം നേരമായാലും സൂര്യൻ എവിടെ നിന്ന് ഉദിച്ചു പറഞ്ഞാൽ ഒരേ ഉത്തരവുള്ളൂ. നിങ്ങൾ തിരിയുന്നത് എവിടേക്കായിരിക്കും? ഈസ്റ്റിലേക്കായിരിക്കും, അല്ലേ? കിഴക്ക് ഭാഗത്തേക്കായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എവിടെ നിന്നുണ്ടായി, എൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്ന് അന്വേഷിക്കുമ്പോൾ, ഫിസിക്കലായിട്ട് പറയുമ്പോൾ നമ്മൾ പറയും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ വന്നാണ് പുറത്തോട്ട്. അത് ഫിസിക്കൽ. ബട്ട് യു ആർ നോട്ട് ദ ബോഡി, അല്ലല്ലോ. അല്ലാതെ ആദ്യം പറഞ്ഞു വെച്ചു. അപ്പം നമ്മൾ അവിടെയല്ല അന്വേഷണം. ഈ ഞാൻ എന്ന തോന്നലുണ്ടല്ലോ, ഞാൻ എന്നൊരു ഒരു ഭാവം എനിക്കുണ്ടല്ലോ, ആ ഈഗോ അതെവിടെ നിന്ന് വന്നു എന്നാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെഗുലറായിട്ട് പ്രാക്ടീസിലോട്ട് പോകുന്ന സമയത്ത് എത്തേണ്ടടുത്ത് എത്തും. ഈ പ്രാക്ടീസിന് വല്ല സമയവുമുണ്ടോ? പലപ്പോഴും മൈൻഡ് ലെവൽ പ്രാക്ടീസസ് നമ്മൾ പറയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യുക, മെഡിറ്റേഷൻ ഒരു സമയം. സെൽഫ് എൻക്വയറിക്ക് വല്ല പ്രാക്ടീസിൻ്റെ സമയമുണ്ടോ? ഒരു സമയമില്ല. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എനി ടൈം ദാറ്റ് ഇസ് കൺവീനിയൻറ്റ് ടു യു. കാരണം സെൽഫ് ഏത് സമയത്തും ഒരുപോലെയുള്ളതാണ്. ചില സമയത്ത് മാത്രം ഉണ്ടായിട്ട് ചില സമയത്ത് മാത്രം ഇല്ലാതെയാകുന്ന ഒരു പ്രതിഭാസമല്ല സെൽഫ്.
ഇറ്റ് ഇസ് ദെയർ ഓൾ ദ ടൈം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാൻ സാധിക്കും. എപ്പോൾ ചെയ്താലാണ് നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്നത് ആ സമയത്ത് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് ഡ്യൂറേഷൻ. എത്ര സമയം ചെയ്യണം? പലരും തുടക്കക്കാർ ചോദിക്കുന്നത് എത്ര സമയം ചെയ്യണം? 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, നിങ്ങളുടെ സൗകര്യം. നിങ്ങൾക്ക് എത്ര സമയം ചെയ്യാൻ സാധിക്കുന്നുവോ ചെയ്തോളൂ. നിങ്ങൾ 1 മണിക്കൂർ സെൽഫ് എൻക്വയറി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കാൻ പറ്റുമോ സൈലൻസിൽ? വെൽ ആൻഡ് ഗുഡ്. അത്രയൊന്നും പറ്റുന്നില്ല, 15 മിനിറ്റേ പറ്റുള്ളൂ, ഫൈൻ, ചെയ്തോളൂ. തുടക്കത്തിൽ നിങ്ങൾക്ക് സ്വീകാര്യമായ ലെവലിൽ വേണം അത് ചെയ്യാൻ. എല്ലാ ദിവസവും 1 മണിക്കൂർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇതിനകത്തുണ്ടാവുമോ? ആർക്കും ചെയ്യാൻ സാധ്യമല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം നമുക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. പക്ഷെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ തുടക്കത്തിൽ പറ്റില്ല. തുടക്കത്തിൽ നിങ്ങൾക്ക് പറ്റിയ സമയം എപ്പോഴാണോ, കഴിയുന്നതും മാനസികാവസ്ഥ ഒരു പ്രോപ്പർ ആവുന്ന സമയത്ത്, ബാലൻസ് ഉള്ള സമയത്ത്, അല്ലാതെ വിഷമോ അല്ലാതെ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് സെൽഫ് എൻക്വയറി ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള സമയത്ത്, മറ്റു വല്ല മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത ശേഷം ഒരു നിശ്ചലമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്, ചില സമയത്തൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും സെൽഫ് എൻക്വയറി. വേറെ ഒന്ന്, പ്രാക്ടീസ് പോസ്ചർ. പ്രത്യേക വല്ല പോസ്ചർ ഉണ്ടോ? എങ്ങനെയാണ് ഇരിക്കേണ്ടത്? പത്മാസനം വേണോ? കിടന്നിട്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ. ശരീരത്തിന് യാതൊരു പ്രാധാന്യമില്ല. സെൽഫ് എൻക്വയറിയിൽ മറ്റുള്ള യോഗിക് ആയിട്ടുള്ള എക്സസൈസസ് ഒന്നും പോലില്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. കിടന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം, റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം, കണ്ണ് അടച്ചിട്ട് ചെയ്യാം, കണ്ണ് തുറന്നിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇൻഫാക്ട് നമ്മൾ എല്ലാത്തിനും ഡിസ്കാർഡ് ചെയ്യുക ചെയ്യുന്നത് ഈ പ്രാക്ടീസിലല്ലേ. അതിന് പ്രത്യേക പോസ്ചറൊന്നുമില്ല. വിച്ച് മീൻസ് ഇനി യാതൊരുവിധ ബൈൻഡിങ്സും ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ കാരണം എല്ലാത്തിൻ്റെയും ആധാരം സെൽഫാണ്. ഏത് രീതിയിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കൂ, ഇതൊരു വൃക്ഷമാണ് അല്ലേ. വൃക്ഷത്തിന് കുറേ ബ്രാഞ്ചസ് ഉണ്ട്, അതിൽ കുറേ പൂക്കളും പഴങ്ങളും എല്ലാം ഉണ്ട്. പക്ഷികൾ വന്നിരിക്കുന്നുണ്ട്, കുറേ പറക്കുന്നുണ്ട്. നിങ്ങൾ വൃക്ഷമാണ് എന്ന് വിചാരിച്ചോളൂ. ആ വൃക്ഷത്തിൻ്റെ പുറമേയുള്ള സംഗതിയും പക്ഷികളൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന എല്ലാ സംഗതികളുമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധ സംഭവങ്ങളുമാണ്. നിങ്ങളുടെ സ്വത്താണ്, നിങ്ങളുടെ ബന്ധുക്കളാണ്, നിങ്ങളുടെ മക്കളാണ്. ആ വൃക്ഷത്തിലുള്ള എല്ലാ സംഗതികളും നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കുമ്പോൾ എവിടേക്കാണ് പോവുക? നിങ്ങളുടെ റൂട്ടിലേക്ക് പോകണ്ടേ? അപ്പോൾ താഴേക്ക് നോക്കാം, മറ്റേ റൂട്ട് എവിടെയാ? ഇല്ല, അങ്ങനെ പറ്റില്ല. നിങ്ങളായി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ റൂട്ടിലേക്ക് പോകണം. അതാണ് ഈ പ്രാക്ടീസ്. ഞാൻ ആര് എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലൊന്നും കാണുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. മനസ്സല്ലല്ലോ ഞാൻ. മനസ്സിൽ എന്ത് കണ്ടാലും അതാവില്ല. അത് വേറൊരു പ്രാക്ടീസാണ്. ഇത് മൈൻഡ് ലെവൽ പ്രാക്ടീസ് ആയിട്ട് മാറും. പകരം എന്തു വേണം? ആ ചിന്ത, ഞാൻ മനസ്സിൽ വല്ലതും കാണുന്നുണ്ടെങ്കിൽ ആ കാഴ്ച ആരാണ് കാണുന്നത് എന്ന് അന്വേഷിക്കണം. മിസ്റ്റിക്കലായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒന്നും അല്ല സെൽഫ് എൻക്വയറി. ആരോ മഹർഷിയോട് ചോദിച്ചു, മഹർഷി മരിച്ചവരെയോ കാണാൻ സാധിക്കുമോ? മഹർഷി പറഞ്ഞു സാധിക്കും, പക്ഷെ എന്നോട് പറയരുത് കേട്ടോ, എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മഹർഷി. മരിച്ചവരെ എപ്പോഴാണ് കാണാറുള്ളത് ചോദിച്ചു. മഹർഷി പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ കാണാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? മരിച്ചവരെ കാണലോ, ജനിക്കാൻ പോകുന്നവരെ കാണലോ, വരാൻ പോകുന്ന സംഗതികൾ മനസ്സിൽ കാണലോ, ഇതൊന്നും സെൽഫ് എൻക്വയറി അല്ല. ഇതിലൊന്നും നമ്മൾ പെട്ടുപോകാതെ യഥാർത്ഥ സത്യത്തെ അറിയാനുള്ള ഒരു ജിജ്ഞാസയുണ്ടല്ലോ, അതെപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് വേണം, എനിക്കത് അറിയണം, ഞാനതാണ്. റെഗുലറായിട്ടുള്ള ഈ പ്രാക്ടീസസിലൂടെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾക്കതായിട്ട് നിലകൊള്ളാൻ സാധിക്കും. ഓരോ കർമ്മം ചെയ്യുമ്പോഴും ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്ന ഒരു തോന്നൽ അവിടെ ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാവിധ ക്രയവിക്രയങ്ങളും എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യാൻ സാധിക്കും. ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ ഇല്ല, നിങ്ങളൊരു ഉപകരണം മാത്രമായി മാറും. ആർക്ക്? ദൈവത്തിന്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്. അതാണ് ദ ജേണി വിത്തിൻ എന്ന പ്രോസസ്സ്. നമുക്ക് ഒന്ന് കണ്ണടച്ച ശേഷം ക്വിക്കായിട്ടൊരു മെഡിറ്റേഷൻ ചെയ്യാം. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. കണ്ണുകളടച്ച് സ്വസ്ഥമായി ഇരിക്കാം. എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ഇറ്റ്സ് അപ് ടു യു. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്നത് ആ രീതിയിലിരിക്കുക. നമ്മുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്, നമ്മളെ അറിയുക. നോയിങ് അവർ സെൽഫ്. മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ പ്രോസസ്സിൽ. ആ ചിന്തകൾ ആരിലേക്കാണ് വരുന്നത് എന്ന് അറിയലാണ് ഹു am I എന്ന പ്രോസസ്സ്.
ആദ്യം ഞാൻ ആര് എന്നത് ഒരു ചിന്തയായി വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് ഓക്കെ. അപ്പോൾ ഈ ചിന്ത ആർക്കാണ് ഉണ്ടാകുന്നത് എന്ന് അന്വേഷിക്കണം. വീണ്ടും ചിന്തിക്കാനല്ല പറയുന്നത്, മനസ്സിൽ പറയാതെ സൂക്ഷ്മമായ ഒരു അന്വേഷണം, പരിശോധന. ഒരു സംഗതി ഒരു പുസ്തകത്തിൽ നോക്കുമ്പോൾ ഒരു അന്വേഷണ ബുദ്ധിയിലൂടെയല്ല നോക്കുക. ഞാനിത് മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് ഏത് പേജിലാണ് ഉള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കില്ലേ? ആ രീതിയിലാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഡീപ്പ് സ്ലീപ്പ്, അതായത് സുഷുപ്തി, ഡ്രീം സ്റ്റേറ്റ്, സ്വപ്നാവസ്ഥ, വേക്കിംഗ് സ്റ്റേറ്റ്, ജാഗ്രത അവസ്ഥ. ഈ മൂന്നവസ്ഥകളും അറിയുന്ന ഒരു ഞാനുണ്ട്, ദ കോമൺ എക്സ്പീരിയൻസർ. ആ ഞാൻ ആര് എന്നന്വേഷിക്കലാണ് പ്രോസസ്. ആ ഞാൻ ഈ ശരീരമല്ല. ഞാൻ ജ്ഞാനേന്ദ്രിയങ്ങളല്ല, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇതൊന്നുമല്ല. ആ ഞാൻ കർമ്മേന്ദ്രിയങ്ങളല്ല. ആ ഞാൻ പഞ്ചപ്രാണൻ, പഞ്ചവായുക്കൾ, ഇതൊന്നുമല്ല നമ്മൾ. ആ ഞാൻ മനസ്സുമല്ല, ദ മൈൻഡ്. ഐ ആം നോട്ട്. ഈ അഞ്ചുമല്ലാത്ത, പഞ്ചകോശങ്ങൾ അല്ലാത്ത ഞാൻ ആര് എന്ന അന്വേഷണമാണ് വേണ്ടത്. നിങ്ങൾ പലതും ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഞാൻ ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പറയുന്നു, ഞാൻ സ്വപ്നം കണ്ടു. എല്ലാത്തിലും കോമൺ ആയ ഒരു അനുഭവസ്ഥനുണ്ട്, എക്സ്പീരിയൻസറുണ്ട്. അതാര് എന്നാണ് അന്വേഷിക്കേണ്ടത്. അതാണ് ഹു am I. ശരീരത്തെ മാറ്റി നിർത്തണം, മനസ്സിനെ മാറ്റി നിർത്തണം. മാറ്റി നിർത്തുക എന്നത് അറിവാണ്. മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ ശ്രദ്ധ കൊടുക്കരുത്. മാറ്റി നിർത്തിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതൽ സമയം ഉറപ്പിച്ചു വെക്കരുത് എന്ന് സാരം. ഇത് ഞാനല്ല എന്ന് പറഞ്ഞ് നേതി നേതി എന്ന് മനസ്സിൽ പറഞ്ഞ ശേഷം അതിൽ നിന്നും ശ്രദ്ധ തിരിച്ച് വീണ്ടും നമ്മിലേക്ക് തന്നെ തിരിയണം. കം ബാക്ക് ടു ദി ഐ. ഞാൻ എന്ന ഫീലിംഗ് എവിടെയാണ് എനിക്ക് ഉണ്ടാകുന്നത്? Can you become aware of the I? ആ ഞാൻ എന്ന സത്യത്തിൽ കൂടുതൽ ഉറക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കൂ. ചിന്തയിൽ നിന്നും മാറി അവയർനെസ്സിലേക്ക് വരിക. ഞാൻ എന്ന ബോധം അതെന്താണ്? Can you become that?
ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത്? എൻ്റെ സോഴ്സ് എവിടെയാണ്? അതാണ് വെൻസ് എം ഐ. നിങ്ങളൊരു വൃക്ഷമാണെങ്കിൽ നിങ്ങളുടെ വേര്, റൂട്ട്, അതെവിടെ നിന്നാണ് ഉണ്ടായത്? അവിടേക്ക് ഉള്ളിലൂടെ ശ്രദ്ധ കൊണ്ടുപോകണം. വിത്ത് എ ഫോക്കസ്ഡ് വൺ പോയിന്റഡ് മൈൻഡ്. മനസ്സിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് തന്നിലേക്ക് അലിഞ്ഞു ചേരുക. മനോവൃത്തികളെല്ലാം നിലച്ചുകൊണ്ട് സമുദ്രത്തിലെ ഓളങ്ങൾ സമുദ്രത്തിലേക്ക് ലയിക്കുന്നത് പോലെ ഞാൻ എന്ന ബോധം സെൽഫിലേക്ക് ലയിക്കുന്നു. Becoming one with the true self, the pure self, the I am. Constant search for the I, the source of the ego. അതാണ് മഹർഷി പറഞ്ഞത്, ഫൈൻഡ് ഔട്ട് ഹു am I. അത് മറക്കുമ്പോൾ നമ്മിലേക്ക് ദുരിതങ്ങൾ വന്നു ചേരുന്നു. ആ സത്യത്തെ മുറുകെ പിടിച്ചാൽ ദുരിതങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. Who am I? Whence am I? You are nothing but the self. The self with a capital S. You can gently open your eyes. Thank you. Thank you so much.